ഹായ്, ഞാൻ ജസ്ന. എല്ലാവർക്കും ഒരിക്കൽ കൂടി ജസ്നാസ് കുക്ക്ബൈറ്റ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ റെസിപ്പി മുളക് കൊണ്ടാട്ടം ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റാണ്. നമ്മളെല്ലാവരും വീട്ടിലും ഉണ്ടാവും കൊണ്ടാട്ട മുളക്. ആ കൊണ്ടാട്ട മുളക് ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ ഇത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അതുകൊണ്ട് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. തൈരുമുളക് ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കൊണ്ടാട്ട മുളക്, തൈരുമുളക്. ഇതിപ്പോൾ ഒരു 12 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എടുക്കുന്ന മുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് അതിൽ കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യണം. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ കൊണ്ടാട്ട മുളക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് തരിതരിപ്പായ രീതിയിൽ ഇത് ഒന്ന് പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കരുത്, തരിതരിപ്പായ രീതിയിൽ വേണട്ടെ ഇത് പൊടിച്ചെടുക്കാനായിട്ട്. പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു പൊടി നമുക്കിതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിൽ ഉപ്പുണ്ടാവും, നല്ല ഉപ്പുണ്ടാവും ഈ തൈരുമുളക്. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക, അതുപോലെ കൈ കൊണ്ട് ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പിൻ്റെ തരികൾ അങ്ങ് താഴേക്ക് പോവും. മേലെയുള്ള ആ മുളകിൻ്റെ ഇത് മാത്രമേ നമ്മൾ ചേർക്കുകയുള്ളൂ, കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് രസം കൂടിപ്പോവും. അപ്പോൾ ഒന്നിങ്ങനെ ഇതുപോലെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിലേക്ക് ആ ഉപ്പൊക്കെ ഒന്ന് പൊക്കോളും. എന്നിട്ട് നമ്മുടെ ഈ തൈരുമുളക് ചതച്ചത് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയാലും മതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ കൊണ്ടാട്ട മുളക് ചതച്ച് വെച്ചത്. അതിൻ്റെ മേലേന്ന് എടുക്കാൻ പാടുള്ളൂ കേട്ടോ, അടിയിൽ നിന്ന് എടുക്കരുതിട്ട ഉപ്പ് രസം കൂടുതലായിട്ട് വരും. അപ്പം നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ ഇതനുസരിച്ചിട്ട് നിങ്ങൾക്കിതിൽ കൊണ്ടാട്ട മുളകിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടാൻ കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. കുറച്ച് കൊണ്ടാട്ട മുളക് എന്തായാലും നമ്മൾ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ കൂടുതലാവരുത്, ആ കൊണ്ടാട്ട മുളകിൻ്റെ ടേസ്റ്റാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടേണ്ടത്. നമ്മളൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർക്കണ്ട, കാരണം നമ്മൾ ചേർത്തിട്ടുള്ള ആ കൊണ്ടാട്ട മുളക് ചതച്ചതുണ്ടല്ലോ അതിൽ തന്നെ നല്ല ഉപ്പ് രസം ഉണ്ടാവും. അപ്പം നിങ്ങൾ എടുക്കുന്ന ഇപ്പം ചില മുളകിന് ഉപ്പ് രസം കൂടുതലായിരിക്കും, ചിലതിന് കുറവായിരിക്കും. അങ്ങനെയുള്ള മുളക് അതായത് ഉപ്പ് രസം കുറവുള്ളതാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഉപ്പ് വേറെ ചേർത്ത് കൊടുക്കേണ്ട, ആ മുളകിൽ നിന്ന് തന്നെയുള്ള ഉപ്പ് രസം തന്നെ ഈ ചിക്കനിലേക്ക് മതിയാവും. കാരണം പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ ഉപ്പ് രസം കൂടിയിട്ട് നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതേ നന്നായിട്ട് കൈ വെച്ച് ഞാൻ നന്നായിട്ട് കുഴച്ച് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോഴാണ് ആ തൈരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ ഈ ചിക്കനുമിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. കൂടുതൽ വെച്ചാൽ അത്രയും നല്ല. ഞാനിപ്പോൾ ഇത് ഒരു ഓവർനൈറ്റ് വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഓവർനൈറ്റ് നമ്മൾ ഈ ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാനായിട്ട് പോവാണ്. ബാക്കിയുള്ള കൊണ്ടാട്ട മുളക് ചതച്ചത് നമുക്കിതുപോലെ ഒരു ചെറിയ അരിപ്പയിലിട്ടിട്ട് നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കണം കേട്ടോ. കാരണം നമ്മൾ അതിൻ്റെ ഉപ്പ് രസം മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കറിയിലേക്ക് ഇത് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിയിൽ ഉപ്പ് കൂടിപ്പോവും. ഇപ്പം ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് ഇപ്പോൾ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ അരിച്ചെടുത്തിട്ടുള്ള കൊണ്ടാട്ട മുളക് ചതച്ചതുണ്ടല്ലോ അതാണ് ഇനി നമ്മൾ കറിയിൽ ഉപയോഗിക്കാനായിട്ട് പോണത്. നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ ഞാനിപ്പോൾ പുറത്തേക്ക് എടുത്തു. കൂടുതൽ സമയം മാരിനേറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മസാല അതുമാതിരിക്ക് നന്നായിട്ട് പിടിക്കും. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് പരത്തിയിടണം. പിന്നെ പാത്രം എടുക്കുമ്പോഴും ഇതുപോലെ അടി പരന്നിട്ടുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇത് ചെയ്യാൻ പറ്റും. എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൂടുതൽ വെളിച്ചെണ്ണയിൽ ആദ്യം നമ്മൾ ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടി വരും. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ആദ്യം ഒന്ന് ഈ ചിക്കനൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞു വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യുന്നത്. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട ശേഷം നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം.
അല്ലെന്നുണ്ടെങ്കിൽ അത് അടുക്കി പിടിക്കും. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇടയ്ക്ക് അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ 5 മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഇരുന്നിട്ട് കുക്കാവും. 5 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ചിക്കനിൽ നിന്നൊക്കെയുള്ള വെള്ളമൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വന്നിട്ട് ചിക്കനൊക്കെ നല്ല കറക്റ്റ് പാകത്തിൽ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ സമയത്ത് ചിക്കൻ ഇതിൽ നിന്ന് എടുത്തിട്ട് മാറ്റണം. എന്നിട്ട് വേണം നമുക്കിതിൽ മസാലയൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ആ പാനിൽ കുറച്ച് എണ്ണ ബാക്കിയുണ്ട്. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുത്തു. 2 മീഡിയം സൈസുള്ള സവോളയാണ് ഇപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ പാനിലിട്ടിട്ട് സവോള നന്നായിട്ട് വാട്ടിയെടുക്കണം. സവോള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഈ ഒരു ഡിഷിൽ. കാരണം ഇനിയും നമുക്ക് ചതച്ച മുളക്, അതായത് നമ്മൾ ചതച്ച കൊണ്ടാട്ട മുളക് ഇനിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് കൂടിപ്പോവും. സവോളയൊക്കെ നന്നായിട്ട് വാടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാരണം നാടൻ സ്റ്റൈലിലാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത്. സവോളയൊക്കെ ഇപ്പോൾ ഒരു ഇതൊക്കെ വാടിയിട്ടുണ്ട്. മുരിയൊന്നും വേണ്ട, നന്നായിട്ട് വാടി വന്നാൽ മതി സവോള. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെയൊക്കെ നല്ലോണം പച്ചമണം മാറി വരണം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറി വന്നു കഴിഞ്ഞാലാണ് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്കിതിൽ വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തക്കാളിയും ചേർത്ത് കൊടുത്തു. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യും. അപ്പോൾ തക്കാളിയൊക്കെ പെട്ടെന്ന് ആ മസാലയിലേക്ക് ഉടഞ്ഞ് ചേർന്നോളൂ. തക്കാളി ചേർത്ത് നന്നായിട്ട് വാടി എണ്ണ തെളിഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി വളരെ കുറവേ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. കാരണം മല്ലിപ്പൊടി കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൊണ്ടാട്ട മുളകിൻ്റെ ടേസ്റ്റ് മുഴുവനായിട്ട് നമുക്ക് കിട്ടില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പേരിന് മാത്രം. നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കൊണ്ടാട്ട മുളകിൻ്റെ പൊടിയാണ്. അപ്പോൾ അത് ചേർക്കുമ്പോഴും ഇതുപോലെ ഇളക്കിയിട്ട് ചേർക്കുക. അപ്പോൾ ഉപ്പ് കൂടുതൽ ഉണ്ടെങ്കിൽ അത് അടിയിലേക്ക് പൊക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇളക്കിയിട്ട് അതിൻ്റെ മേലേന്ന് എടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറേ ഇപ്പോൾ ചേർക്കണ്ട, നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം എരിവ് എന്നുള്ളത് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ബാക്കി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഈ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരണം കേട്ടോ. കൊണ്ടാട്ടമുളക് ചതച്ച പൊടി നമുക്ക് ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1-1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പോൾ അതിനൊരു ചെറിയ മധുരം ഉണ്ടാകും. അപ്പോൾ എരിവല്ലാതെ മുന്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ബാലൻസ് ആയിക്കോളും. അപ്പോൾ നമ്മൾ കെച്ചപ്പും ചേർത്ത് നന്നായിട്ട് മിക്സായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നന്നായി അങ്ങ് മിക്സാക്കുക. അതായത് നമ്മൾ മസാല ഉണ്ടല്ലോ, നമ്മൾ പ്രിപ്പയർ ചെയ്ത മസാല നന്നായിട്ട് ഈ ചിക്കൻമൊക്കെ കോട്ട് ചെയ്തിട്ട് വരണം. ഇനി നമുക്കിതിനെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ മസാലയിലുള്ള ടേസ്റ്റും കൂടിയിട്ട് നമ്മുടെ ചിക്കനുമേലേക്കൊക്കെ നന്നായിട്ട് പിടിക്കും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ മൂടി തുറന്ന് നോക്കിയിട്ട് ഈ മസാല എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എരിവോ ഉപ്പോ കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അതല്ല എരിവ് കുറവ് തോന്നുകയാണെങ്കിൽ നമ്മൾ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള കൊണ്ടാട്ട മുളകിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇപ്പം ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടി നമ്മൾ ഓപ്പൺ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റോസ്റ്റ് പരുവത്തിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്തിരി കൂടി ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് അധികം നേരം കൂടി നിങ്ങൾ കുക്ക് ചെയ്താൽ മതി. ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ടേസ്റ്റൊക്കെ നന്നായിട്ട് കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് ഈ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ കൊണ്ടാട്ട മുളക് വറുത്തത്
കൂടിയിട്ട് ഇതുപോലെ മുഴുവനോട് കൂടി ഇട്ട് കൊടുത്താലും നല്ലതാണ്. തീർച്ചയായിട്ടും അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു വെറൈറ്റി റെസിപ്പി ട്രൈ ചെയ്തിട്ട് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്.